നമസ്തേ. ഇന്നൊരു പ്രത്യേകമായിട്ടുള്ളൊരു നിയമം നമുക്ക് പഠിക്കാം. അതിൻ്റെ പേര് ണത്വവിധാനം എന്നാണ്. ണത്വവിധാനം. പലപ്പോഴും നമ്മൾ ഈ പദങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. തൃണം, പൂർണ്ണം, പുഷ്ണാതി, രാമേണ. നമ്മൾ രാമശബ്ദത്തിൻ്റെ വിഭക്തികൾ കണ്ടപ്പോൾ രാമേ ന ആണ് ശരിക്കും വരേണ്ടത്, പക്ഷെ നാന് പകരം എന്ത് വന്നു? രാമേണ. അതേപോലെ കരേന, കരേ മൂന്നാമത്തെ കരഹ എന്ന പദത്തിൻ്റെ മൂന്നാമത്തെ വിഭക്തി കരേന ആണല്ലോ ശരിക്കും, പക്ഷെ കരേണ എന്നാണ് വരേണ്ടത്. നേത്രേണ, വൃക്ഷേണ. അപ്പം ഈ ന എന്നുള്ളത് ണ ആകും. എപ്പോഴാണ്? അതാണ് റൂള്. ണത്വവിധാനം. ണത്വം ന വരുന്നതിൻ്റെ പിന്നിലുള്ള വിധാനം, നിയമമാണ്. ന ആണ് ശരിക്കും ണ ആകുന്നത്. എപ്പോഴാണ് ണ ആകുന്നത്? ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. ഋ സ്വരത്തിൽ ഋ ഉണ്ടല്ലോ, ഋ അല്ലെങ്കിൽ ര്, രേഫം, രേഫത്തിൻ്റെ പകുതി, അല്ലെങ്കിൽ ഷാൻ്റെ പകുതി, ഷ്. ഇത് കഴിഞ്ഞിട്ട് ന വരികയാണെങ്കിൽ ആ ന എന്താകും? ണ ആകും. ഋ അല്ലെങ്കിൽ ര് അല്ലെങ്കിൽ ഷ് കഴിഞ്ഞിട്ട് ന വരികയാണെങ്കിൽ ആ ന എന്താകും? ണ ആകും. അത് ഒരു റൂളാണ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ തൃണം എന്ന പദം കേട്ടിട്ടുണ്ടാവും. തൃണം പോലെയാണ്. പലരും പറയല്ലോ, നീ എനിക്ക് പുല്ല് പോലെയാണ്, പുല്ല് വില. ഈ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ പുല്ല് വില കൽപ്പിച്ചു എന്ന് പറയുമല്ലോ. അപ്പോൾ തൃണം പുല്ലാണ്, പക്ഷെ അത് ശരിക്കും തൃ പ്ലസ് നം ആണ് തൃണം. തൃ പ്ലസ് നം. ഇപ്പം ഇവിടെ ന വരുന്നുണ്ടല്ലോ, ന. പക്ഷെ ഞാൻ്റെ തൊട്ട് മുമ്പിൽ എന്താണ്? തൃ. തൃ എന്ന് പറയുമ്പോൾ ത് പ്ലസ് ഋ ആണ്. ഋ കഴിഞ്ഞിട്ട് ന വരികയാണ്. അതുകൊണ്ട് എന്തായി? ന വന്ന് ണായി, തൃണം. അതേപോലെ പൂർണ്ണം നമ്മൾ കേട്ടിട്ടുണ്ടാവും. പൂർണ്ണമത, പൂർണ്ണമിതം. അപ്പം അതിലും പൂർണ്ണം എന്നാണ് പൂർണ്ണമാകുന്നത്. ഇവിടെ ര് നമ്മൾ കണ്ടുവല്ലോ, ര് രണ്ടാമത്തെ റൂള്. ര് കഴിഞ്ഞിട്ട് ന വരികയാണ്. അതുകൊണ്ട് ന എന്തായി? നായി, പൂർണ്ണം. ഈ മൂന്നാമത്തെ എക്സാമ്പിൾ ഷു കഴിഞ്ഞിട്ട് ന വരുന്നത് പുഷ് നാതി, പോഷിപ്പിക്കുന്നു എന്നുള്ള പദമാണ്, ക്രിയാപദമാണ്. അതിന് പുഷ് പ്ലസ് നാതി എന്നാണ്. അപ്പം ഇവിടെ ഷു കഴിഞ്ഞിട്ട് ന വരുന്നുണ്ട്. അതുകൊണ്ട് ന എന്തായി? ണായി, പുഷ്ണാതി. ഇത് ഒരു പദത്തിൻ്റെ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഇനി ബാഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ഇനി വേറൊരു നിയമം കൂടി കുഞ്ഞായിട്ട് ആഡ് ചെയ്യാനുണ്ട് ഇതിൻ്റെ കൂടെ. ഇപ്പം ഋ ഷ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ന വരുമ്പോൾ ആ ണ ആയിട്ട് മാറുന്ന റൂളാണ് നമ്മൾ കണ്ടത് ഇവിടെ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വേറെ ആൾക്കാർ വന്നാലോ? ഇപ്പം ചിലരൊക്കെ ഉണ്ട്, ചിലരൊക്കെ പ്രേമിക്കും അല്ലേ. ഇപ്പം പ്രേമിക്കുമ്പോൾ നല്ല ആൾക്കാരും ഉണ്ട് അതിൻ്റെ ഇവരുടെ ഇടയിൽ വരുന്നവർ. അവർ ഈ പ്രേമത്തിനെ പോഷിപ്പിക്കും അല്ലേ. പക്ഷെ ചിലരുണ്ട് എന്ത് ചെയ്യും? കുത്തിത്തിരിപ്പി ഉണ്ടാക്കുമല്ലേ, എന്നിട്ട് അവരുടെ പ്രേമം മാറ്റുമല്ലോ. ഇപ്പം ഇവിടെ നമ്മൾ സയൻസിൽ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ചില സാധനങ്ങൾ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആയിരിക്കും, ചിലത് ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. ഇലക്ട്രിസിറ്റി അതുപോലെ. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചപ്പലിട്ടുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ തടിയിൽ കയറിയിട്ട് ചെയ്യാൻ പറയും അല്ലേ. അപ്പോൾ തടിയിൽ നിന്ന് കഴിഞ്ഞാൽ തടി എന്തെങ്കിലും വൈദ്യുതിയുടെ പ്രശ്നം ഉണ്ടെങ്കിലും അത് നമ്മളിലേക്ക് വരുത്തില്ല. അപ്പോൾ ചില അക്ഷരങ്ങളുണ്ട്, ഈ ഋ ഷ് കഴിഞ്ഞിട്ട് ചില അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ണ ആയിട്ട് മാറില്ല, പക്ഷെ ചിലത് വന്നു കഴിഞ്ഞാൽ മാറും. അപ്പം ഇത് കഴിഞ്ഞിട്ട് നേരിട്ട് ന വരണമെന്നില്ല. എന്ത് വന്നു കഴിഞ്ഞാൽ ഈ മാറ്റം ഉണ്ടാവും? അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഓൾ സ്വരാസ്, എല്ലാ സ്വരങ്ങൾ, സ്വരാക്ഷരങ്ങൾ എന്ത് വന്നാലും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സ്വരാക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ് അവർ. നേരെ ആ റൂള് ഇതുപോലെ തന്നെ നടക്കും. അതേപോലെ ഹ് യ് വ് ര് ഈ 4 അക്ഷരങ്ങൾ വന്നാലും ന വന്ന് ണ ആയിട്ട് മാറും. അതേപോലെ തന്നെ ക് വർഗവും പ് വർഗം, ക ഖ ഗ ഘ ങ പ ഫ ബ ഭ മ, ഈ 2 വർഗത്തിലുള്ള അക്ഷരങ്ങൾ വന്നാലും ന വന്ന് ണ ആയിട്ട് മാറും. ഇനി നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. രാമേന
രാമനാൽ. രാ രാ വരുന്നുണ്ടല്ലോ ഇവിടെ. ഇവിടെ നമ്മൾ റൂള് കണ്ടു, ഇതാ ര് ആണല്ലോ അല്ലേ. രാ വന്നു. പക്ഷെ രാവും നായിൻ്റെ ഇടയിൽ കുറേ അക്ഷരങ്ങളുണ്ട് അല്ലേ. അപ്പം അതിൽ ഒന്ന് എന്താണ്? ആ. ആ ആ എന്താണ് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത്? സ്വരമല്ലേ, സ്വരാക്ഷരം. പിന്നെ മ വരുന്നുണ്ട്. മ നമ്മുടെ ലിസ്റ്റിലുണ്ടോ? പവർഗത്തിലുള്ള അക്ഷരമാണല്ലോ. അപ്പം അതും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എ വരുന്നു. എയും ഏതിൽ നമ്മുടെ ലിസ്റ്റിലുണ്ട്? സ്വരങ്ങളാണ്. അതുകൊണ്ട് എന്തായി? ര് കഴിഞ്ഞിട്ട് നാ വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്നതൊക്കെ നമ്മുടെ ലിസ്റ്റിലുള്ളതായതുകൊണ്ട് ഈ നാ എന്താകും? രാമേണ എന്നായി. വേറൊരു എക്സാമ്പിൾ, കരേന. ഇവിടെ ര ഉണ്ട്, നാ ഉണ്ട്. പക്ഷെ അതിൻ്റെ തൊട്ടടിയിൽ എന്തുണ്ട്? എ ഉണ്ട്. എ നമ്മുടെ ലിസ്റ്റിലുള്ള സ്വരത്തിലുള്ള ഇതാണ്. അതുകൊണ്ട് നാ എന്തായി? കരേണ. വേറെ എക്സാമ്പിൾ, നേത്രേണ. നേത്ര. ത് പ്ലസ് ര് പ്ലസ് എ എന്നാണല്ലോ. അവിടെയും രായിൻ്റെ ഇടയിൽ, രാവും നായിൻ്റെ ഇടയിൽ എ ആണ് വരുന്നത്, സ്വരമാണ്. അപ്പം അത് നാ നായാവും മാറുന്നു. ഇനി ഷായിൻ്റെ എക്സാമ്പിളാണ് വൃക്ഷേണ. വൃക്ഷേണ എന്നുള്ളത് വൃ, അവിടെയും റ് വരുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഇക്ഷ എന്നുള്ളത് ഏത് രണ്ട് അക്ഷരങ്ങളുടെ കോമ്പിനേഷനാണ്? ക് പ്ലസ് ഷ ആണല്ലോ. ഇക്ഷ എങ്ങനെ എഴുതാം? നമ്മൾ മലയാളത്തിൽ എങ്ങനെ എഴുതാ? മലയാളത്തിൽ ഇങ്ങനെയല്ലേ എഴുതാ? ഇക്ഷ. അപ്പോൾ കുവും ഷാവുമാണല്ലോ. അതേപോലെ തന്നെ സംസ്കൃതത്തിലും ക് പ്ലസ് ഷു പ്ലസ് എ, എ ആണല്ലോ വൃക്ഷേ. അപ്പോൾ അവിടെ ഷു ഉണ്ട്, നമ്മുടെ ലിസ്റ്റിലുള്ള അക്ഷരമാണ് ഷു. ഷു കഴിഞ്ഞിട്ട് എ വരുന്നു. എ ഓൾ സ്വരമാണ്. അതുകൊണ്ട് വൃക്ഷേന അല്ല, വൃക്ഷേണ. അപ്പം ഈ റൂള് നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും എവിടെയാണ് ന എന്നുള്ളത് ണ ആവുക. പിന്നെ വേറെയും നമുക്ക് വേറെ രീതിയിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? ഉച്ചാരണത്തിലും നോക്കാം. രണ്ടിലും ഉച്ചാരണത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നോക്കൂ, രാമേന എന്ന് പറയുന്നതിലും രാമേണ എന്ന് പറയാണ് കുറച്ചുകൂടി എളുപ്പം. രാമേന ഇത്തിരി ബുദ്ധിമുട്ടാണ്, രാമേണ എളുപ്പമാണ്. അതേപോലെ കരേന പറയാൻ ഇത്തിരി സ്ട്രെയിനാണ്, കരേണ എന്ന് പറയാൻ എളുപ്പമാണ്. ഉച്ചാരണത്തിലും എളുപ്പമാണ് ഈ ഒരു റൂള്. അതേപോലെ നമ്മുടെ ശാസ്ത്രത്തിലുള്ള എക്സാമ്പിൾ നോക്കുകയാണെങ്കിലും കഠോപനിഷത്തിലോ എന്തോ ഒരു ഉപനിഷത്തിൽ വരുന്ന ഒരു വാക്യമാണ് നരേണ അവരേണ പ്രോക്തഃ ഏഷഃ എന്ന് പറഞ്ഞ്. നരേണ, അവിടെ നരേണ ആണ് വരുന്നത്. അപ്പം നമ്മൾ ശാസ്ത്രത്തിൽ നോക്കുകയാണെങ്കിലും ഈ ഒരു റൂള് അവിടെ ഉണ്ട്. ഉച്ചാരണം വെച്ച് നോക്കുമ്പോഴും ഉണ്ട്. പിന്നെ നമുക്ക് ഈ റൂളും നിയമവും ഉണ്ട്. ഇനി വേറൊരു ചെറിയൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. രാമഃ ശബ്ദത്തിൽ രണ്ടാമത്തെ വിഭക്തി രാമം, രാമൗ, രാമാൻ എന്ന് വരുന്നുണ്ടല്ലോ. രാമാൻ. അപ്പം അവിടെ ര് വരുന്നുണ്ട്, ര്. അത് കഴിഞ്ഞിട്ട് ആ, ആ എന്നുള്ളത് സ്വരമാണ്. മ ഉള്ളത് പവർഗത്തിലുള്ള അക്ഷരമാണ്. വീണ്ടും ആ വരുന്നുണ്ട്, അതും സ്വരമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ന മാറിയില്ല ണ ആയിട്ട്? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂൾ അനുസരിച്ച് ന അല്ല മാറുന്നത്, ന ആണ് ണ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ന പാതി വരികയാണെങ്കിൽ അത് മാറില്ല, ന ആയിട്ട് മാറില്ല. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഇൻടു മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് ശ്രദ്ധിക്കണം. പൂർണ്ണമായിട്ടുള്ള ന, അതായത് സ്വരത്തോടു കൂടിയ ന, ന പ്ലസ് ആ, അത് മാത്രമേ മാറുള്ളൂ. സ്വരത്തോടു കൂടിയ ന മാത്രമേ, അതായത് ന മാത്രമേ മാറുള്ളൂ ണ ആയിട്ട്. അല്ലാത്ത പക്ഷം അത് മാറില്ല. അപ്പം ഇതാണ് ണത്വ വിധാനം. ശരി, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.